ഹായ് എവരി വൺ. നിങ്ങൾ എ ഐ ഉപയോഗിക്കുന്നവരാണോ? എന്നാൽ നിങ്ങൾ കുറച്ച് തെറ്റുകൾ ചെയ്യുന്നുണ്ട്. എ ഐനോട് ചോദിക്കാൻ പാടില്ലാത്ത 5 കാര്യങ്ങൾ നമ്മളിന്ന് ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ നമ്മുടെ പാസ്വേഡ്സ്, OTPs ഇതൊന്നും എ ഐനോട് ഷെയർ ചെയ്യരുത്. ഇപ്പം നിങ്ങൾ ChatGPT ക്ലൗഡോ ഏതെങ്കിലും എ ഐ ടൂൾസ് ഉപയോഗിക്കുകയാണെങ്കിൽ നിങ്ങൾ അതിനോട് ഒരിക്കലും OTP സേവ് ചെയ്യാനോ അല്ലെങ്കിൽ നിങ്ങളുടെ പാസ്വേഡ് സേവ് ചെയ്യാനോ അല്ലെങ്കിൽ പുതിയ പാസ്വേഡ് ജനറേറ്റ് ചെയ്ത് തരാനോ ഒന്നും പറയരുത്. കാരണം അത് ഒരിക്കലും സേഫ് അല്ല. കാരണം അത് പിന്നീട് വലിയ വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ പോകാനുള്ളൊരു ചാൻസ് കൂടുതലാണ്. രണ്ടാമത്തെ കാര്യം, നിങ്ങളുടെ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ്, അതായത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട്, ഡെബിറ്റ് കാർഡോ ക്രെഡിറ്റ് കാർഡോ നമ്പേഴ്സ്, ട്രാൻസാക്ഷൻ ഡീറ്റെയിൽസ് ഇതൊന്നും അതിന് കൊടുക്കരുത്. അത് നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ട് ഹാക്ക് ചെയ്യാനുള്ള ചാൻസും ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ഫ്യൂച്ചറിൽ പ്രശ്നമാകാനുള്ള കുറേ ചാൻസ് അതിലുണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പം അതുകൂടാതെ തന്നെ ഇപ്പം നിങ്ങളൊരു ബിസിനസ് ഓണേഴ്സ് ആണെങ്കിൽ നിങ്ങൾ ഇപ്പം എളുപ്പത്തിൽ നിങ്ങളുടെ ഒരു ബാലൻസ് ഷീറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഫിനാൻഷ്യൽ ഡീറ്റെയിൽസ് ഒരിക്കലും എ ഐനോട് ഷെയർ ചെയ്യാൻ പാടില്ല. അതൊക്കെ ഫ്യൂച്ചറിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവുകയും അതൊക്കെ ലീക്കാകാനുള്ള ചാൻസസ് ഒക്കെ കൂടുതലാണ്. പിന്നെ അടുത്തായിട്ട് പറയുകയാണെങ്കിൽ ലീഗൽ അഡ്വൈസ്. അപ്പം നിങ്ങൾക്കൊരു കോൺട്രാക്റ്റ് ഉണ്ടാക്കി തരാനോ അല്ലെങ്കിൽ നിങ്ങളുടെ ലീഗൽ കാര്യങ്ങളൊക്കെ ഒരു അഡ്വൈസ് എന്ന നിലയിൽ ചോദിക്കാം, അതിനൊന്നും കുഴപ്പമില്ല. ഒരു കോൺട്രാക്റ്റ് പ്രിപ്പയർ ചെയ്യാനോ അല്ലെങ്കിൽ മേജറായിട്ട് ലീഗൽ നിങ്ങൾക്ക് അറിയാത്ത കാര്യങ്ങൾ അതിനോട് ചോദിക്കുകയൊക്കെ ചെയ്യാം. പക്ഷെ ഒരിക്കലും ഒരു ലീഗൽ ഡിസിഷൻ അതുവഴി എടുക്കരുത്. അതിന് പകരം വല്ല അഡ്വക്കേറ്റ്സിനെ കണ്ടിട്ട് എടുക്കുന്നതായിരിക്കും എപ്പോഴും ബെറ്റർ. അല്ലെങ്കിൽ അത് എ ഐയുടെ ഡിസിഷൻ ഒരിക്കലും ശരിയാകണമെന്നില്ല. പിന്നീട് അടുത്ത കാര്യം, നാലാമത്തെ കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ പിന്നെ ഈ മെഡിക്കൽ അഡ്വൈസസ്. അപ്പോൾ ചിലവരുണ്ടാവും നമ്മുടെ സിംറ്റംസൊക്കെ കാണിച്ചിട്ട് പിന്നെ ChatGPTനോടൊക്കെ ചോദിക്കും എന്താണ് എനിക്ക് അസുഖം, അല്ലെങ്കിൽ എങ്ങനെയാണത്, എന്താണ് അതിനുള്ള മെഡിസിൻ, അല്ലെങ്കിൽ എന്താണ് അതിൻ്റെ റെമഡീസൊക്കെ ചോദിക്കുന്ന ഒരു രീതി പലപ്പോഴും ഉണ്ട്. നമ്മളൊരു ചെറിയ ഒരു പനിയോ ഇതൊക്കെ വരുമ്പോൾ ചോദിക്കുന്ന പോലെയുള്ള ഒരു കാര്യങ്ങളല്ല. നമുക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുമ്പം നമ്മൾ ഒരിക്കലും അതിനെ ഡിപ്പെൻഡ് ചെയ്യരുത്. കാരണം ഒരു ഡോക്ടറൊന്നുമല്ല. അപ്പം നിങ്ങൾ നിങ്ങളുടെ സിംറ്റംസ് അനുസരിച്ച് നിങ്ങളത് എപ്പോഴും ഒരു മെഡിക്കൽ ഡോക്ടറെ പോയിട്ട് കൺസൾട്ട് ചെയ്യും, അതിൽ കൂടെ റിക്കവർ ചെയ്യുകയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ചെറിയ കാര്യങ്ങൾക്ക് വേണം നിങ്ങൾക്കൊരു റെഫറൻസ് എന്ന നിലയിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാത്തൊരു മരുന്നൊരു ഡോക്ടർ തന്നു, അപ്പോൾ നിങ്ങൾക്കത് ChatGPTനോടൊക്കെ ചോദിച്ചൊക്കെ ഇത് എന്തിനു യൂസ് ചെയ്യുന്ന മരുന്നാണ്, അങ്ങനെയൊക്കെയുള്ള ഡീറ്റെയിൽസ് അല്ലെ കൂടുതൽ അത് ഉറപ്പിക്കാനൊക്കെ അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി അങ്ങനെയൊക്കെ ചോദിക്കുക. അതല്ലാതെ ഒരിക്കലും ഇതിനെ നമ്മൾ ഫുള്ളായിട്ട് ആശ്രയിക്കാൻ പാടില്ല. പിന്നെ നമ്മുടെ അഞ്ചാമത്തെ കാര്യം, നമ്മുടെ പേഴ്സണൽ കാര്യങ്ങൾക്ക്, അതായത് നമ്മുടെ ഒരു ഡിസിഷൻ നമ്മുടെ റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലോ അല്ലെങ്കിൽ അങ്ങനെ നമ്മുടെ ഫ്രണ്ട്സിൻ്റെ കാര്യത്തിലോ ഒരു അഡ്വൈസോ ഒന്നും ചോദിക്കരുത്. അതൊരിക്കലും ഒരു പ്രോപ്പർ ആവില്ല. കാരണം അത് എപ്പോഴും ഈ AI ടൂൾസ് ഇപ്പോൾ ഇത്രയും നമ്മൾ അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നെങ്കിൽ പോലും ഇപ്പോഴും നല്ല അടിപൊളിയായിട്ട് ChatGPT കള്ളം പറയും. അതിലാണ് നമ്മൾ ഹാലുസിനേഷൻ എഫക്റ്റ് എന്നൊക്കെ പറയുന്നത്. കാരണം അത് ഒരിക്കലും ഒരു കാര്യം ചോദിക്കുന്ന സമയത്ത് എനിക്കത് അറിയില്ല എന്നുള്ള രീതിയിൽ അതൊരിക്കലും ഉത്തരം പറയില്ല. അതിന് പകരം വേറെ എന്തെങ്കിലും ഒരു കൂടുതൽ കൊടുത്ത ഒരു മെജോറിറ്റി വെച്ചിട്ട് ഉള്ള ഉത്തരങ്ങളായിരിക്കും നിങ്ങൾക്ക് തരാൻ പോകുന്നത്. അപ്പം അത് നല്ല ക്ലിയർലി ആയിട്ട് നമ്മൾ വിശ്വസിക്കുന്ന തരത്തിൽ കള്ളം പറയും. അപ്പം അതുകൊണ്ട് ഇങ്ങനെ കുറച്ച് നമ്മൾ ഈ ഉള്ള 5 കാര്യങ്ങൾ ഒരിക്കലും എഐനോടും ചോദിക്കരുത്. നിങ്ങളുടെ ഏത് ടൂളോ ആയിക്കോട്ടെ, ChatGPTയോ ക്ലൗഡോ ജെമിനിയോ എന്തും ആയിക്കോട്ടെ, ഇങ്ങനത്തുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് എപ്പോഴും റെസ്ട്രിക്റ്റ് ചെയ്യണം. പ്രത്യേകിച്ച് നമ്മുടെ ഹ്യൂമൻ ഡിസിഷനിൽ ഉള്ള കാര്യങ്ങൾ
അതൊരിക്കലും ഒരു ഡിസിഷൻ മേക്കറായിട്ട് ഒരിക്കലും ChatGPT യൂസ് ചെയ്യരുത്.